ഇന്ന് സൺഡേ ആയിട്ട് കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ബീഫ് കറി വെക്കാനുണ്ടായിരുന്നേ. അപ്പോൾ ഞാനത് നന്നാക്കാൻ നിൽക്കുന്ന സമയത്താണ് അച്ഛനും മോളും കൂടി അപ്പുറത്ത് നിന്ന് ചക്ക നന്നാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ബീഫൊക്കെ കഴുകി വാരി വെച്ച് ഈ ബീഫ് കറി വെക്കാൻ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. എന്നാലും ഞാൻ ഇതുപോലെ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടാണ് ബീഫ് കറി വെക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ ഗരം മസാലയും കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇപ്പോൾ ബീഫിലേക്ക് ഈ പൊടിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു സവാളയും വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഒന്ന് കൂട്ടി തിരുമ്മി വെക്കൂ കേട്ടോ. ഈ ബീഫ് വാങ്ങാൻ പോയ സമയത്ത് ഞാൻ സവാളയും ഇഞ്ചിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വേഗം സവാളയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല ബ്രൗൺ കളറായപ്പോഴാണ് നമ്മൾ ഈ പൊടികളും ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബീഫും ചേർത്ത് കൊടുക്കുക, കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക, കുക്കർ അടച്ച് വെക്കുക. ഇനി ബീഫ് കറി അവിടെ ഇരുന്ന് സെറ്റ് ആയിക്കോളും. ആ നേരം കൊണ്ട് അച്ഛനും മോളും ചക്ക നന്നാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ അരിഞ്ഞ് വേഗം ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ബീഫിൻ്റെ വിസിലുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് കറി ആയിട്ടുണ്ട്. പിന്നെ വേഗം ചക്കയിലേക്ക് അരപ്പിട്ട് അതും റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.